ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കണം. ഇന്നലെ രാത്രി കർത്താവിൽ പ്രസിദ്ധനായ അനുഗ്രഹീത ദൈവദാസൻ ദൈവോജൻ നന്നായി ശുശ്രൂഷിച്ചു. കർത്താവിന്റെ മഹത്വം. ഞാൻ CP രാജു പാസ്റ്ററെ വിളിച്ചു. അപ്പൊ പറഞ്ഞു ആൾക്കാരുണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. കർത്താവ് തന്റെ ദാസനെ ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. ഇന്ന് ഞാൻ വരുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അവരൊക്കെ എന്നേക്കാൾ നന്നായിട്ട് ദൈവോജനം ഡീപ്പായിട്ട് സംസാരിക്കുന്നവരാ. നല്ല ഭാഷാപ്രയോഗമാണ്. എൻ്റെ ഭാഷ അത്ര പോരാ. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ച് നോക്കുകയുള്ളൂ. ദൈവത്തിന്റെ മഹത്വം. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ അപാകത എനിക്കുണ്ട്. പിന്നെ അതൊരു ഗുണമായിട്ട് ഞാൻ കരുതുന്നുമുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് കൂടിയാ ഒന്നും പറയാൻ നോക്കുകയല്ല. ആട്ടെ, ഇന്ന് രാത്രിയിലും കർത്താവ് കരണം ചെയ്യുന്നെങ്കിൽ നാളെ രാത്രിയിലും നമുക്ക് ദൈവവചനം ചിന്തിക്കണം. ഇന്ന് രാത്രി വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുക. പാസ്റ്റർ സമയം പറഞ്ഞിട്ടുണ്ട്. ആ കൃത്യസമയത്ത് യോഗം നിർത്തും. ഇത് വാച്ച് കറക്റ്റ് ആണല്ലോ. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്, ഞാൻ വാക്യം വായിക്കാൻ സഹോദരിമാരോട് പറഞ്ഞത്, ഷൂപാസ് വാക്യം വായിക്കാൻ പിന്നെ ഇടയ്ക്ക് 2 ശീലം പാടുമ്പോൾ പാടുകയും കൂടെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ടായിട്ട് വരും. അതിനാൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഭയിലൊക്കെ വായിക്കുന്ന ആണ്ട വായിച്ചോണ്ടിരുന്ന മുന്നോട്ട് വന്നേ, എഴുന്നേറ്റ് വാ, ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരാൻ. അതോ ഹോളിനകത്ത് മാത്രമേ വായിക്കുള്ളൂ? ഇങ്ങോട്ട് വാ. കണ്ണാടി എൻ്റെ തരാം. ഇത് കൊള്ളുമോ നോക്ക്. ഇത് കാണാൻ പറ്റുമെങ്കിൽ നോക്ക്. നാളെ വായിക്കാവോ? ഇന്ന് ആരാ വായിക്കുന്നത്? ഇന്ന് സജിബ്രദന്റെ വൈഫാണോ? നിങ്ങൾ ആരെങ്കിലും വാ. ഇയോടി വേറെ ദിവസം വായിക്കാനാ വിളിച്ചേ. ആരുമില്ല. ഇന്നലെ ആരാ വായിച്ചു കൊടുത്തേ? ഇന്നലെ വായിക്കേണ്ടി വന്നില്ല. അത് നന്നായി. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രിയിലെ അല്പസമയങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണങ്ങൾ. ഏകത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനാ. ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനാ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് ചിന്തിപ്പാൻ പോകുന്ന വിഷയം ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണങ്ങൾ. നമുക്കറിയാം, ലേഖനങ്ങളിലെ ആദ്യത്തെ ലേഖനങ്ങളിൽ, പൗലോസിന്റെ ലേഖനങ്ങളിലെ ആദ്യത്തെ ലേഖനങ്ങളിൽപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം, ഗലാത്യ ലേഖനം. നമുക്കറിയാം, സിംഹഭാഗ ലേഖനങ്ങൾ 21 ലേഖനങ്ങളിൽ ധാരാളം ലേഖനങ്ങൾ, ഏറെ ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനം. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളുണ്ട്. അതിലെ പെട്ട ഒരു ലേഖനമാണ് ഈ ഗലാത്യ ലേഖനം.
ഈ ഗലാത്യ ലേഖനം എഴുതാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാര്യം, ഈ ഗലാത്യ വിശ്വാസികൾ ദൈവകൃപയിൽ വന്നു, പക്ഷെ ഇവരിപ്പോഴും ഈ ന്യായപ്രമാണവും കർമ്മമാർഗവും നീതി പ്രവൃത്തി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ താല്പര്യപ്പെടുക. കർമ്മമാർഗവും നീതി പ്രവൃത്തി, ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ കർമ്മമാർഗം, കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോകാം, നീതി പ്രവൃത്തി ചെയ്താൽ മതി സ്വർഗത്തിൽ പോകാം. കർമ്മം തെറ്റാന്നല്ല, നീതി പ്രവൃത്തി തെറ്റാന്നല്ല, അത് ചെയ്താൽ ആരും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു വ്യവസ്ഥ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. തൊടുകൈക്ക് പറഞ്ഞേച്ച് പോകാം. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. ഞാൻ പെന്തിക്കോസ, ബ്രദറാ, ഇവാഞ്ചലിക്കല, മാർത്തോമായ, ഓർത്തഡോക്സ, യാക്കോബായ, ലത്തീന, ലണ്ടന, പോണേ രക്ഷിക്കപ്പെടണം. തോമാസലിക ഞങ്ങളുടെ പറമ്പിൽ കൂടെ അപ്പുറത്തെ പറമ്പിലോട്ട് നീ സ്വർഗത്തിൽ പോവുകയല്ല. ഞങ്ങൾ നിരണത്ത് തോമത്ത് കടവിലാ താമസിക്കുന്നത്, സ്വർഗത്തിൽ പോവുകയല്ല. കടവിൽ താമസിച്ചോ വെള്ളം പൊങ്ങുമ്പോൾ കരിക്കോട്ടും പൊക്കണം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട്, അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, കന്യാസ്ത്രീയുണ്ട്, മെത്ര ഞങ്ങളുടെ വകയപ്പെട്ടതാ, ഗ്രീഗോറിയോസ്, നല്ല കാര്യം. അതൊന്നും സ്വർഗത്തിൽ പോകുന്നതല്ല. മനസ്സിലാകാരിയാന്നോ ഒത്തോണ്ട് തന്നെ ആക്കുകയാന്നോ? കാര്യം അറിയണ്ടേ? ഉപദേശിമാർക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, അച്ഛന്മാർക്ക് ലോകായ്ക്ക് തുണി കൊടുത്തത് കൊണ്ടോ, പള്ളിക്ക് കുരിശൻ തൊട്ടി പണിത് കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് ഗോള് പണിത് കൊടുത്തത് കൊണ്ടോ, സ്വോത്രകാഴ്ച കിട്ടുന്നത് കൊണ്ടോ സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീനി നല്ല സമയം വൃഥാവാകാതെ ഇന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാകാതെ ഇന്നെ യേശു വിളിച്ചിടുന്നു. വീടും നീലം പൊരുളും കണ്ടിടും ഊറ്റോർ ഉടയവരും, കെട്ടിയ വീടും നീലം ഉടയവരും, ജീവൻ പോയാൽ കൂടെ ജീവൻ പോയാ കൂടെ വരുവീനി നല്ല സമയം വൃഥാവാകാതെ ഇന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാകാതെ ഇന്നെ യേശു വിളിച്ചിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു വ്യവസ്ഥ രക്ഷിക്കപ്പെടണം. എന്നാൽ ഈ ഗലാത്യ വിശ്വാസികൾ ഈ മാർഗത്തിൽ വന്നിട്ട് ന്യായപ്രമാണവും കർമാചാരങ്ങളും നീതി പ്രവൃത്തിയും കൊണ്ട് രക്ഷപ്പെടാന്ന് ധരിക്കുക ചിലര്. അപ്പൊ ഇതിനെതിരെയാ പൗലോസ് ഈ ലേഖനം എടുത്തിരിക്കുന്നത്. നീതി പ്രവൃത്തി കൊണ്ട് മേളിപ്പോക്ക് നടക്കുകയല്ല, കർമ്മമാർഗം കൊണ്ട് മേളിപ്പോകാനൊക്കെയല്ല, ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മേപ്പോട്ട് പോക്ക് നടക്കുകയല്ല. പിന്നെ എങ്ങോട്ടാ പോകുന്നെന്ന് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പൊ ഗലാത്യ ലേഖനം എഴുതാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട കാരണം അതാ. മുമ്പോട്ട് പോകാം.
ഓരോ അധ്യായത്തിലും പൗലോസ് ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, ചിലര് ശപിക്കപ്പെട്ടവരാ, അവരോട് യോജിക്കരുത്. ശപിക്കപ്പെട്ട 1-2 കക്ഷികൾ, അവരോട് യോജിക്കരുത്. ആ ശപിക്കപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ, ദുരുപദേശകന്മാർ. അവര് അപ്പോൾ വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന ചിലരുണ്ട്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിക്കാം. ഇന്ന് ചൂപ്പാസ് തന്നെ വായിക്കേണ്ടി വരും, അവരൊത്തോണ്ടാ. ഞാൻ മുന്നോട്ട് കയറി മൈക്ക് കൊടുക്ക. ഞാൻ കൊടുക്കാം. ഞാനല്ലയോ ഇതെല്ലാം ഒപ്പിച്ചത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി നിങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ എന്ന് പറഞ്ഞ വിപരീതം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവനുമായിട്ട് യോജിച്ചേക്കരുതെന്ന്. എന്തുവാ ഈ വിപരീതം? നല്ല കാര്യം പറഞ്ഞ നേരെ എതിര്. പൗലോസ് വളരെ കർക്കശമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം. 6-ാം വാക്യം വായിച്ചേ സഹോദര. നമ്മുടെ KSRTC മൈക്ക് കൂടെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് പോകുന്നു. അത് പാടില്ല. ഗലാത്യ വിശ്വാസികൾ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നു, അത് പാടില്ല. അങ്ങനെ ആ വേറൊരു സുവിശേഷവുമായിട്ട് വന്ന് വിപരീത ഉപദേശം പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. സ്തോത്രം. അതിനുമായിട്ട് ഉപദേശപരമായിട്ട് യോജിക്കാനൊക്കെയില്ല. ഇപ്പം അങ്ങനെയുള്ളവരെ മാത്രം മതി ചിലർക്ക്. അത് പറഞ്ഞ പുള്ളി ഇളക്കും. പുള്ളി നന്നായിട്ട് ഇളക്കുകാരെ ആവശ്യം. കേറ്ററിംഗുകാർക്ക് അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട്, അടി പിടിക്കാതിരിക്കാൻ അല്ലേ. ഒലത്തിറച്ചി അടി പിടിക്കരുത്. പായസം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളക്കണം. പിന്നെ പറ, നിങ്ങൾക്കറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കറിയാന്ന് പറയാം. ഒക്കുന്നെങ്കിൽ നമുക്ക് യോജിച്ചു പോവാം. അവിയൽ ഇളക്കണം, അടി പിടിക്കാതിരിക്കാൻ അവിടെ നന്നായിട്ട് ഇളക്കുകാരെ അല്ലേ ആവശ്യം. വചനം കേൾക്കുമ്പോ ഇളകിക്കോണം, ഉപദേശം കേൾക്കുമ്പോ ഇളകിക്കോണം. ഒക്കുന്നെങ്കിൽ നൃത്തം ചെയ്യാമെങ്കിൽ എഴുന്നേറ്റ് നൃത്തം ചെയ്തോണം. ചുമ്മാ കിടന്ന് ഇളക്കരുതെന്ന്. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവരുടെ ശപിക്കപ്പെട്ടവരാ. അതെ, ഞാന് ചിലരുടെ മുഖത്തിനൊരു മ്ലാനത പോലെ, അതുകൊണ്ട് ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിൽ പറയുക, ആ വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവരുണ്ട്, അവർ ശപിക്കപ്പെട്ടവരാ. എന്തുവാ സുവിശേഷം? ആ സുവിശേഷം യേശു ക്രിസ്തുവാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. വേറൊരു മധ്യസ്ഥനുമില്ല, ഒരു ഇടനിലക്കാരുമില്ല, ഒരു പുണ്യാളനുമില്ല, ഒരു കുഞ്ഞുങ്ങളുമില്ല. ഒരുവൻ മാത്രമേ രക്ഷിക്കാൻ പ്രാപ്തനുള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഇതിന് വിരുദ്ധമായി വിപരീതമായി പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ഇടയ്ക്കാരെ നിർത്തണ്ട. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിൽ കർക്കശമായി കാര്യം പറഞ്ഞു. 2-ാം അധ്യായത്തില് ഈ പറഞ്ഞിട്ട് പൗലോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ഈ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച്, സുവിശേഷം കേട്ടാന്നല്ലോ നിങ്ങൾ ഈ മാർഗത്തിൽ വന്നത്. അപ്പൊ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് നിങ്ങൾ ചൊവ്വായിട്ട് നടക്കണം. ചൊവ്വായിട്ട് നടക്കണം. ആ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചേ. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. ഇത് പൗലോസ് കണ്ടു. കുറെ പേര് സുവിശേഷമൊക്കെ കേട്ടു രക്ഷിക്കപ്പെട്ട് ഇനി ആരുണ്ടെന്ന് ചോദിച്ചപ്പോ കൈ പൊക്കി. ഒന്നെ കൊണ്ട് പേപ്പർ കൊണ്ട് കൊടുത്തു. ഇപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെട്ട ടിക്ക് ചെയ്യുക കൊണ്ട് കൊടുക്കുമ്പോ ഒന്നെ പ്രധാനപ്പെട്ട ആള് 9 പേര് രക്ഷിക്കപ്പെട്ടു. ഏതാ?
അതല്ല മാനസാന്തരം. ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വരും. സുവിശേഷത്തിന്റെ നിർമ്മല വചനം അകത്ത് കയറുമ്പോൾ, യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചുവെന്നറിയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വരും. ഏറ്റു പറയും, അനുദപിക്കും, ഉപേക്ഷിക്കും, ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം ആ കരച്ചിലും അനുതാപം കാണും. അത് അപ്പുറം ഇപ്പുറം ആരിയ്ക്കുന്നു നോക്കത്തില്ല. ഉപ്പാപ്പൻ അപ്പുറം ഇരിക്കുന്ന പള്ളി സെക്രട്ടറി ആവുന്ന ഉപ്പാപ്പനൊന്നും വിജയമേ അല്ല. ഉള്ളത്തിൽ വന്ന ഉപ്പാപ്പൻ വിജയമാണോ? കുടുംബയോഗത്തിന്റെ പ്രസിഡന്റാ ഞങ്ങളുടെ അമ്മാച്ചൻ. അമ്മാച്ചൻ വല്ലോ ദൈവത്തിന് വിഷയമാണോടാ? സ്തോത്രം. ഉള്ളത്തിൽ യേശു വന്നു കഴിയുമ്പോൾ ഇതൊന്നും വിഷയമല്ല. അനുതാപ ഹൃദയത്തോടെ അവർ യേശുവിനെ അവൻ രക്ഷകനായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, കരുണയുള്ള യേശുനാഥൻ ക്ഷമയരുളും നിശ്ചയമാ. കരുണയുള്ള യേശുനാഥൻ ക്ഷമയരുളും നിശ്ചയമാ. മന്മയമാ ഈയുലകിൽ കാൺമതല്ല മായയത്രേ. മന്മയമാ ഈയുലകിൽ കാൺമതല്ല മായയത്രേ. ഈ കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. അതിനാ ഒരു കണ്ടത്. അപ്പൊ ഇങ്ങനെ അനുദപിച്ച് രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്ന ദൈവമക്കൾ അവരോട് 2-ാം അധ്യായത്തിൽ പറയാ, ഈ സുവിശേഷം കേട്ട് രക്ഷയിൽ വന്ന നിങ്ങളെ ചൊവ്വായിൽ നടക്കണമെന്നല്ല. മനസ്സിലായോ? അപ്പൊ അവിടെ സ്ഥലമൊക്കെ മേടിക്കുന്നു കേൾക്കുന്നു. സ്തോത്രം. ചൊവ്വായി പോയി നടക്കുന്ന കാര്യമല്ല. ഈ ഭൂമിയിൽ നിങ്ങൾ നേരും ചൊവ്വിനും മനസ്സിലാകുന്ന ഭാഷ പറ, മാനം മര്യാദയ്ക്ക് നടന്നോണമെന്ന്. നീ പെന്തിക്കോസുകാരനാണെങ്കിൽ പെന്തിക്കോസുകാരന്റെ നടപ്പ് നടക്കണം. ഹോളിനകത്ത് വരുമ്പോ പെന്തിക്കോസും, ടൗണിൽ പോകുമ്പോ ഉന്തിക്കോസും. എം. എ. ജോർജ് കുട്ടിയുടെ അപ്പം പണ്ട് പറഞ്ഞത് ഒക്കത്തില്ല. സൺഡേ 10 മുതൽ 12:30 വരെ പെന്തിക്കോസ്, 2:30 മുതൽ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇതാ ഞങ്ങൾ വായിക്കാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ മുന്നിൽ ഇപ്പൊ ഇരുത്തിയത്. സ്തോത്രം. ചൊവ്വായിട്ട് നടന്നോണം. നീ ഒരു ദൈവ പൈതല. നിന്നെ കാണുന്നവര് പറയണം പെന്തിക്കോസുകാരനാ, പെന്തിക്കോസുകാരിയാ, ക്രിസ്ത്യാനിയാ, വേറെ പുസ്തകം അനുസരിക്കുന്ന ആൾക്കാരാ. അവിടെ ഞാൻ ആ ഭാഗം നിങ്ങൾ ചോദിക്കുക, ദൈവമേ ഇത് ഇപ്പം ഈ പുള്ളിയുടെ ഉന്നം എന്നാന്നുള്ളതാ? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ മനപ്രയാസപ്പെടണ്ട, നമ്മൾ എടുത്ത ഭാഗത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ ശപിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, അവരുമായിട്ട് യോജിക്കരുത്. അതായത് വിപരീത ഉപദേശം പറ, ദുരുപദേശക്കാരാ. ഒന്ന് ഇടുക, തള്ളി ഇടുക, ഉരുട്ടിക്കൊണ്ട് നടക്കുക, ഛർദ്ദിപ്പിക്കുക, അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. വണ്ടി നമ്പർ പറയുക, വണ്ടി നമ്പർ പറഞ്ഞാൽ എന്നെ ആത്മീയ ഉണർവാ. KL 4334. എന്തോ ഉണർവുണ്ടാകാൻ എനിക്ക് മനസ്സിലാകുന്നു. 5 പെണ്ണുങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞു. അത് നിങ്ങളവിടെ എന്തോ ഉണർവുണ്ടാ. സ്വന്തം ഭർത്താവ് 1000 വിട്ടും വിളിച്ചു മോളി മോളി എന്ന്, അനുസരിച്ചിട്ടില്ല, എന്നിട്ടില്ല, എങ്ങാണ്ട് കൊടുന്ന് ഉപദേശിച്ച് ഇവിടെ ഒരു മോളി ഉണ്ട്. അപ്പോ നിനക്ക് വട്ടല്ല പിന്നല്ല. അവിടെ സ്വന്തം മാപ്പിള വിളിച്ചിട്ട് വിളി എന്നുമില്ല, പോയുമില്ല, അനുസരിച്ചുമില്ല, എങ്ങാണ്ട് കിടന്നോ വിളിച്ചപ്പോ അതെ ഞാൻ എന്നെ താടിക്കായി കൊടുത്തിരിക്കുന്നത്, സങ്കടപ്പെടുന്നത്. സുവിശേഷത്തിന്റെ സത്യമുണ്ട്, സുവിശേഷത്തിന് നിർമ്മലതയുണ്ട്,
വേറൊരു സുവിശേഷം നീ അന്ന് വഴിപ്പെട്ടു പോകരുത്. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ഒരുവൻ. അത് മാത്രമാണ് നമ്മുടെ സുവിശേഷം. അതെ, ആ ഭാഗം പഠിക്കുക. 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ സുവിശേഷമൊക്കെ കേട്ട് ഈ കൃപയിൽ വന്ന് നിങ്ങൾ ചൊവ്വായിട്ട് നടക്കണം. നടന്നില്ലേ പരിപാടി വിജയിക്കത്തില്ല. അതാ ഞാൻ വിവരിക്കുന്നില്ല. 2 ചൊവ്വായിട്ട് നിങ്ങൾ നടക്കണം. 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ആത്മാവിൽ ആരംഭിച്ചിട്ടിപ്പം ജഡത്തില. 3:3 വായിച്ചേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്. ജഡം കൊണ്ടാണോ ഇപ്പോൾ സമാപിക്കുന്നത്? ആത്മാവിലാണ് നിങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ഇന്നാള് ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം കടമെടുക്കുക. നമ്മൾ ആത്മരക്ഷയില തുടങ്ങിയത്, ഇപ്പം വന്ന് ദേഹരക്ഷയില നിൽക്കുന്നത്. ആത്മരക്ഷ തുടങ്ങിയതാ. അന്ന് മുട്ടയിലിരിക്കുമായിരുന്നു, ഇപ്പൊ അതൊന്നും ഒക്കത്തില്ല. ദേഹരക്ഷയാ. പക്ഷെ അത് തിരുമിച്ചിരിക്കുക. അതുകൊണ്ട് കിഴിയൊക്കെ കുത്തി പിടിച്ചിലും അതുകൊണ്ട് ആട്ടായിരിക്കണ്ട. ദേഹരക്ഷയല്ല ഇപ്പം നിർത്തിയേക്കുന്നത്. പണ്ട് നന്നായിട്ട് കൈയടിക്കുമായിരുന്നു. വീശി അടിക്കുന്ന ആള് ഇപ്പൊ ഇങ്ങനെ തൂത്തിരിക്കുക. ദേഹരക്ഷയല്ല. പണ്ട് ഞായറാഴ്ച സഭായത്തിന് പഴയ പെന്തിക്കോസുകാര് ഇപ്പോഴും ഉണ്ട് ചിലര്, ഞായറാഴ്ച ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ പ്രമാണമൊന്നുമില്ല, പക്ഷെ ഒരു രീതിയാ. ഞായറാഴ്ച രാവിലെ പിള്ളേർക്ക് പോലും കൊടുക്കുകയല്ല. അത് പിള്ളേരുടെ വൈരാഗ്യം ഉണ്ടായിട്ടല്ല. ഇന്ന് നല്ല എടുപ്പെടുത്തേച്ചാ വന്ന് സഭായത്തിന്. ആ നോട്ടോ ഇരിപ്പം കാണുമ്പോ അറിയാം ഒരു മയക്കോ കടലക്കറിയാന്നേ പറയുകയും വേണ്ട. പണ്ട് ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സഹോദരൻ രസികനാ. പുള്ളി ചിലപ്പോൾ കിച്ചൺ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇന്ന് എന്നെ അവിടെ പുള്ളിയുടെ ഡയലോഗാ, ഇന്ന് ആനമയക്കും കുസ്തിക്കുരുവും എന്ന് പറഞ്ഞ ഉപ്പുമാവ് അത് കഴിച്ചാൽ സൂക്ഷമ. അത് ആനമയക്ക്, ഗുസ്തിക്കുരു കടല. നല്ല എടുപ്പെടുത്ത സഭായത്തിന് ചിലർ വന്ന് ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ അറിയാം മയങ്ങി തൂങ്ങിയുള്ളിരിപ്പം. പിന്നെ എല്ലാത്തിനും അങ്ങ് കൈ പൊക്കും. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം. പണ്ട് നിയമസഭയിൽ എങ്ങാണ്ട് പറഞ്ഞ 3 ഒട്ടകത്തെ ഇറക്കുന്ന ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ സമുദായത്തിന് ഒരെണ്ണം വേണമെന്ന്. ഒട്ടകം എന്തിനാ? ആരാ പറഞ്ഞ എന്നാന്നൊന്നും ചോദിക്കരുത്. പുള്ളി ഉറങ്ങുകയായിരുന്നിരുന്നു. എന്നാ പറഞ്ഞാലും പുള്ളിയുടെ സമുദായത്തിന് ഒരെണ്ണം, 3 ഒട്ടകം. ചുമ്മാ കൈപൊക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ശ്രദ്ധിക്കുക, 3-ാം അധ്യായത്തിൽ പറയുക, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പം ജഡത്തിൽ കൊണ്ടുവന്ന് സമാപിക്കുകയാണോ? ആത്മരക്ഷയിലാ തുടങ്ങിയത്, ഇപ്പം ദേഹരക്ഷ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അധികം കൈയടിക്കാനൊക്കത്തില്ല. സഭായിക ഒത്തിരി ടൈമൊന്നും എടുക്കരുത്. സൂക്ഷം 10, സൂക്ഷം 12, അല്ലെ 12:30. ഞാൻ കുറ്റമല്ലി പറഞ്ഞത്. പണ്ടത്തെ സഭായൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു, എന്നേക്കാൾ അനുഭവം നിങ്ങൾക്കുണ്ടല്ലോ. 2 2:30 ആയാലും പോകുകയല്ല. തീപ്പൊരി ആരാധനയാ. സ്തോത്രം. അത് കഴിഞ്ഞാലും പോകാൻ താല്പര്യമില്ല. ഈ മക്കൾ ഒന്നിച്ച് സന്തോഷം. അത് കഴിഞ്ഞാൽ ചെടുത്ത് പരസ്യയോഗം നടത്തും സഭയായിട്ട്. ഇന്നിത് കഴിഞ്ഞെല്ലാം രഹസ്യയോഗമാണ്. പാസ്റ്ററെ മാറ്റുന്ന കാര്യമാണ് രഹസ്യയോഗം. അപ്പൊ പഴയ രീതികളല്ലെന്നായി പറഞ്ഞത്. ആത്മാവിൽ ആരംഭിച്ച് ആത്മരക്ഷ തുടങ്ങി ഇപ്പം ദേഹരക്ഷ നിർത്തിയിരിക്കുക. ചൊല്ലി പറയത്തില്ലേ, ഫാസ്റ്റിംഗ് എടുക്കരുത്. കഴിവിന്റെ പരമാവധി രാവിലെ ഒരു ബിസ്ക്കറ്റ് എങ്കിലും. പിന്നെ ദേഹരക്ഷയില്ല. നമുക്കൊരു മുടിരാത്രി പ്രാർത്ഥനയുണ്ട്. പാസ്റ്റർ, മുടിരാത്രി വേണ്ട, ഒരു 12:30 1 മണിയാകുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഒരു കട്ടനോ ബണ്ണോ. അതിനെ അമ്മാമേ, എനിക്ക് അങ്ങനെ ഉറക്കം വിളക്കാനൊന്നും. ഞാൻ ഇന്നാളെ ഞങ്ങളുടെ സഭയെ പ്രസംഗിച്ചവൻ പറഞ്ഞ്, കുഴപ്പമില്ല, ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ ഞാൻ കടത്തി പറയാം. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുമ്പോൾ മോളെ കല്യാണം കഴിച്ചു, കുടുംബജീവിതം ദൈവം അനുഗ്രഹിച്ചു, ഒരു തലമുറ ഉദരത്തിൽ ഉരുവായി, വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി, അവളെ ശുശ്രൂഷിച്ചു. ആദ്യത്തെ കുഞ്ഞാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഡേറ്റ് അടുക്കാറായപ്പോൾ മോക്കൊരു പെയിൻ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ അടുത്ത് തന്നെ KM ചെറിയാനാ. എവിടെ അല്ലെ പുഷ്പഗിരി, എവിടെയോട്ടെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടുത്ത്. ഞാനിപ്പോൾ ആശുപത്രിയുടെ പരസ്യത്തിന് വന്ന ആളില്ലല്ലോ.
ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. വൈകുന്നേരം 5:30 കൊണ്ടുപോയി അങ്ങ് ധരിക്കുക. വൈകുന്നേരം 5:30 മോളെ അകത്തോട്ടം കയറി. പെയിനും ഉണ്ട്. അവള് കരഞ്ഞോണ്ടാ കയറി. ആ പെറ്റതള്ള അല്ലയോ, സഹിക്കാൻ പറ്റുമോ? പെറ്റതള്ളയുണ്ട്, നോക്കി നിൽക്കുക. അമ്മ ഈ മാർഗത്തിൽ കൂടെ പോയതില്ലേ, അതുകൊണ്ട് അറിയാം അമ്മ വേദനയോടെ നിൽക്കുക. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് പറഞ്ഞ്, ആരാ കൂടെ വന്നേക്കുന്നത്? ബ്ലസ്സിയുടെ കൂടെ. അയ്യോ ഞാനാ. വേറെ ആരെങ്കിലും ഉണ്ടോ? പപ്പായുണ്ട്. ഇങ്ങോട്ട് ഉടനെ പപ്പായും വന്നു. ഉടനെ നേഴ്സ് പറഞ്ഞു, ഇവിടുന്ന് പോകരുത്, ഇവിടെ തന്നെ. അവർ പറഞ്ഞില്ലേലും പോകുകയല്ല. ആ നിപ്പ് നിന്ന് 7:30 ആയപ്പോൾ വേറെ നേഴ്സ് വന്നിപ്പോ ചോദിച്ചു, എങ്ങനുണ്ട്? ഒന്നും പറയാനായിട്ടില്ല, അവിടെ നിൽക്കണം, പോകരുത്. രാത്രി 9:30 കഴിഞ്ഞു. അന്നേരം ഒരു നേഴ്സ് വന്നേച്ച് പറഞ്ഞല്ലേ, ചുമതലപ്പെട്ട് പറഞ്ഞു, ഒരു 5 കുപ്പി ബ്ലഡ് വേണമെന്ന്. ഉടനെ കുത്തിയിരുന്ന് ഫോൺ ചെയ്യുക. നടക്കുന്ന കാര്യമായി പറഞ്ഞത്. രാത്രി 1:30 ആയി. വെള്ളം പോലും കുടിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ കാര്യം വന്ന് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വസ്ഥത എന്നിട്ട് ആ ചില്ലിനിടയിൽ കൂടെ നോക്കുന്നുണ്ട്, അവിടെ കൊച്ചു കിടപ്പുണ്ടോന്ന്. രാത്രി 2:30 ആയി. അപ്പൊ ചോദിച്ചു, വല്ലോ എങ്ങനെയുണ്ട് ഡോക്ടറെ? ഒന്നും പറയാറായിട്ടില്ല. ആ നിപ്പ് നിന്ന് രാവിലെ 5:30. സഭയിൽ 1 മണി വരെ ഉള്ളായിരുന്നു. ഇപ്പോഴോ പറ കൊച്ചമ്മേ, സഭയിൽ ഒരു മണ്ണെങ്കിലും കിട്ടിയാനും. ഈ രാത്രി എവിടുന്ന് മണ്ണ്? നിന്നെ ദൈവം ഇരുത്തുകയല്ലേ. പിറ്റേന്ന് രാവിലെ ആയിട്ടും ഡെലിവറി നടക്കുന്നില്ല. എന്നാൽ ഡോക്ടർ പറഞ്ഞു, മെയിൻ ഡോക്ടർ വരുന്നുണ്ട്, പുള്ളിയും കൂടെ ഒന്ന്. ഉടനെ അപ്പനോട് പറഞ്ഞു, നിങ്ങൾ പോയി വീട്ടിൽ പോയെന്നില്ല. ഇങ്ങനെ ഞാൻ പോകുന്നില്ല, മെയിൻ ഡോക്ടറെ കണ്ടേച്ച്. മെയിൻ ഡോക്ടർ വന്നപ്പോൾ 2:30. തലേന്ന് 5:30 കൊണ്ടുപോയതാ. പിറ്റേന്ന് അവസാനം മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഡെലിവറി നടക്കില്ല, സിസേറിയൻ. ആർക്കും വരാതിരിക്കട്ടെ, ദോഷമൊന്നും വരാതിരിക്കട്ടെ. പക്ഷെ ഓൾ നൈറ്റ് ഇരുത്തുന്നുണ്ടോ? സഭയിലായിരുന്നു, ഇരിക്കായിരുന്നു. ഇത് പോയി ചുമ്മാ നിൽക്കുക. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്നാ ആ ഭാഗം പറയുന്നില്ല, പോട്ടെ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പൊ ജഡത്തിൽ കൊണ്ടുവന്ന് സമാപിപ്പിക്കുകയാണോ? അതാണ് 3-ാം അധ്യായത്തിലെ ചോദ്യം. 4-ാം അധ്യായത്തിൽ ഇത്രയും മിടുക്കനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ പൗലോസ് പറയാ, എനിക്കിപ്പോ പേടിയാണ്. 4:11 പൗലോസ് പേടിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ വെറുതെയായെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടുക. എനിക്കിപ്പോ പേടി. ഞാനൊത്തിരി കഷ്ടപ്പെട്ട്. കാരണം 18-ാം അധ്യായത്തിൽ ഗലാത്യയിൽ വന്നെന്ന സഭകളെ ഉറപ്പിച്ചെന്ന ആ 18-ാം അധ്യായത്തിന്റെ 24 അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചേ. 18-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ചേ. ഗലാത്യയിൽ പൗലോസ് വന്നെന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 18. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യദേശത്തും ഫ്രുഗ്ഗയിലും സഞ്ചരിച്ചു. ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു. അപ്പൊ ഗലാത്യ പൗലോസ് എത്തി. ഇങ്ങനത്തെ ഇവരോട് വചനമൊക്കെ പറഞ്ഞ് ഇവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി നിർത്തിയ പൗലോസ് ഇപ്പോൾ 4-ാം അധ്യായത്തിൽ പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് എനിക്ക് പേടി വരുന്നു. അതിനെ പേടിക്കാൻ കാര്യം തൊട്ട് മേളിൽ വാക്യം കിടപ്പുണ്ട്. 10-ാം വാക്യം വായിച്ചേ. 11 വായിച്ചത്, 10 വായിച്ചത്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ഇപ്പൊ പ്രമാണിക്കണം. അതാ എനിക്കിപ്പോ പേടി. നിങ്ങളിപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, പിന്നെ ആണ്ട്, ഇതെല്ലാം നിങ്ങളിപ്പോ ആചരിക്കുക. പേടി വരുന്നതെല്ലാം കണ്ടിട്ട്. അപ്പച്ചന് 70 വയസ്സ്, അമ്മച്ചിക്ക് 60 വയസ്സ്. രണ്ടിനെയും കൂടെ 2 കസേര എടുത്തി. കൊച്ചുമക്കൾ ഇപ്പൊ കാശുണ്ട്. പഴയ പരിവക്കേടല്ല, മാറി. പഴയ പരിവക്ക്. പണ്ട് കട്ടൻ കപ്പയും ഏതാ 18 കപ്പ ഗോതി അരിഞ്ഞത്, അത് ഊറ്റി തിളപ്പിച്ച് അതിന്റെ കട്ട് ഇതുവരെ പോയിട്ടില്ല. നിന്റെ ഇരിപ്പ് കാണാൻ പറയാം, പഴയ കട്ടുണ്ടെന്ന്. ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും കാനഡയിലും പേർഷ്യയിലും ഒക്കെ പോയി. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ, അവർക്ക് ഒരു ദോഷവും വരാതിരിക്കട്ടെ. പക്ഷെ ഇപ്പൊ 10 പുത്തനായി. ഇപ്പൊ പിള്ളേർക്ക് ഇച്ചിരി ഇളക്കം, മൂപ്പിലായിക്കും ഇച്ചിരി ഇളക്കം. ആയപ്പോ 2 എണ്ണത്തിന് 2 കസേര ഇരുത്തി കേക്കും കൊണ്ടുവന്ന് മുറിച്ചേ. സപ്തതി, ഷഷ്ടി. ചിലടത്ത് പാസ്റ്റർമാരെ വിളിക്കും, പാസ്റ്ററും കൂടെ ഒന്ന് കേക്ക് മുറിക്കാനോ. എന്നെ മുഖത്തല്ല ഒരു സ്തോത്രം.
നിങ്ങൾ ഈ വിട്ടതല്ല ഇപ്പൊ ആചരിക്കുക. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ ഇതെല്ലാം പ്രമാണിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ പേടിയാന്ന് പൗലോസ് പറയുക. ഞാൻ നിങ്ങൾക്ക് അധ്വാനിച്ചതെല്ലാം വെറുതെ, എനിക്ക് ഭയം ഉണ്ടാകും. അതാ 4-ാം അധ്യായം. ആട്ടെ, ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇത് സഭാഗോളിനകത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ. പാസ്റ്റർ ഇപ്പാറാ ചിന്തിക്കുന്നത്, പാസ്റ്റർ ഇതിനകത്ത് പറഞ്ഞാൽ മതിയോരുന്നു, അങ്ങനെ പുറത്ത് പറഞ്ഞ ഞാൻ ഇച്ചിരി വരിക. നല്ല ഒരു ഫൗണ്ടേഷൻ ഇട്ട് വരണ്ടേ.